തകർക്കാൻ വേണ്ടിയിട്ടല്ല, പണിയാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് ചില വഴികളെ തടയും. അതിന് പിശാചിനെ വെച്ച് തടയേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം ബിലയാം പോകുമ്പോൾ ബിലയാമിന്റെ മുമ്പിൽ വന്നത് ദൂതനാണ്. ഈ അയച്ചിട്ട് വന്ന ദൂതനാണ്. പിശാചല്ല ആരെ തടഞ്ഞത്? ബിലയാമിനെ തടഞ്ഞത്. പോയതാണ് പിശാചിനാണ്. അത് വായിച്ചാട്ടെ. നിർമൂലമാക്കാൻ. എന്തിനെ നിർമൂലമാക്കാനാണ്? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അടിസ്ഥാനമിട്ട് ഇരുട്ടിന്റെ അധികാരത്തെ നിർമൂലമാക്കുക. ഇനി അതിന് നമ്മുടെ മേൽ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. നിർമൂലമാക്കാനും പൊളിക്കും. ദൈവം നമ്മൾ നല്ലൊരു വർക്ക്ഷോപ്പിലാണ് കയറിയിരിക്കുക. അപ്പൊ ഈ കർത്താവിന്റെ ഒരു പ്രത്യേകത, വചനം നമ്മൾ എന്ത് ചെയ്യും? വചനം നമ്മളെ പൊളിക്കും. നമുക്ക് തോന്നും വചനം നമ്മളെ ഇവിടെ പൊളിക്കുന്നതിന് നന്നാക്കാനാണ്. അപ്പൊ പൊളിക്കുമ്പോ അകത്തുള്ള പൊട്ടിക്കിടക്കുന്നതും പൊടിഞ്ഞതും തുരുമ്പുകളും നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അറിയത്തില്ല. വണ്ടി നമ്മൾ അതിനകത്തൊരു ഓയിലുണ്ട്. ഈ ഓയില് സമയത്തിന് മാറ്റിയില്ലെങ്കിൽ അത് പിന്നീട് എന്ത് ചെയ്യാവും? കറുത്ത് ഭയങ്കര കറുത്ത കളറിലായി. അത് കഴിഞ്ഞത് ഡ്രൈ ആവാൻ തുടങ്ങും. ഡ്രൈ ആയിട്ട് അകത്ത് പശ പോലെ ആകും. പിന്നെ വണ്ടി ഒരു ദിവസം പിന്നെ 200 രൂപയുടെ ചെലവ് 20,000 രൂപയുടെ 15,000 രൂപ മാറും. അപ്പൊ ഇതെന്തിന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനം എപ്പോഴും എന്ത് ചെയ്യും? ഡസ്റ്റിനെ പുറത്ത് കളയുന്നതാണ്. നമ്മുടെ ലോകത്തിൽ നിന്ന് കലർന്നതാകട്ടെ, പാപത്തിൽ നിന്ന് കലർന്നതാകട്ടെ, ആദാമിൽ നിന്ന് കലർന്നതാകട്ടെ, ശാപമാകട്ടെ, എന്തായാലും ദൈവവചനം ശുദ്ധിയുള്ളതും അത് ഒരുത്തൻ കേട്ടാൽ ആ വചനം അവനെ അകത്ത് കിടക്കുന്ന ചിലതിനെ നിർമൂലമാക്കുകയും ഒളിക്കുകയും അടുത്ത് ഒളിച്ച് നശിപ്പിക്കും. എന്തിനാ നശിപ്പിക്കുന്നത്? ജംസിനെയൊക്കെ എന്ത് ചെയ്തവൻ അതിനകത്ത് ഇരുന്നു കൊണ്ട് പ്രശ്നങ്ങൾക്ക് നമ്മൾ രോഗിക്ക് സൗഖ്യം വേണ്ടി പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ ആ രോഗാണുവിനെ അവിടെ വെച്ചിട്ടില്ല. അതവിടെ കാണത്തില്ല. അതാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ അവിടെ ഇല്ല. വചനം താൻ എന്ത് ചെയ്തളയും? നശിപ്പിച്ചോളെ. അത് പാറയിൽ പിളർക്കുന്ന ചുറ്റിക പോലെയാണ്. അകത്തേക്ക് കയറി ചെല്ലുന്നതാണ് ഈ വചനം. ആമേൻ. അപ്പൊ ഒരുത്തന്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു പ്രൊട്ടക്ഷൻ അവന്റെ മേൽ കിടക്കുക. അതായത് യേശു വചനമാണ്. ഈ വചനം അകത്തിരിക്കെ പിശാചിനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാനും കൂടെ യേശു നിന്നെ സഹായിക്കാം. യേശു ബലഹീനനായതുകൊണ്ടാണോ പിശാചിനെ കൂടെ കൂട്ടി നീ ആ ഒരു കാര്യം ചെയ്യേണ്ട, നന്നാക്കാൻ വേണ്ടിയിട്ട്, നിന്റെ കുറെ മക്കളുണ്ട്, അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ അപ്പോയിന്റോ. അവന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവം അറിയുന്നത്. ദൈവം നമ്മളെ പിശാചിന്റെ കയ്യിൽ നിന്ന്, പിശാചിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ കിടന്നതിൽ നിന്ന് നമ്മളെ അഴിപ്പാനാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരേണ്ടി വന്നത്. പിന്നെയും പിടിച്ച് അവന്റെ ഏൽപ്പിക്കോ? ഒരിക്കലുമില്ല. ഒരു കരുണയും അവനില്ല, ഒരു നന്മയും അവനിലില്ല. അവൻ കൊലപാതകിയാകുന്നു. അവനെ വെച്ചുകൊണ്ടല്ല നമ്മെ പണിയുന്ന വചനം കൊണ്ട്. ദൈവം തന്റെ മഹത്വം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവം തന്റെ മഹത്വം കൊണ്ട് പണിയുന്നത് കൊണ്ടാണ് അവന് നമ്മളെ ശിക്ഷിക്കുവാനും ശാസിക്കുവാനും അധികാരമുള്ളത്. ഇത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? ആമേൻ. ഒരിക്കലും നമ്മളെ ആര് പണിയുന്നില്ല. അവൻ തകർക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിർമൂലമാക്കുന്നത് ഏതിനെയാണ്? അവന്റെ പ്രവൃത്തികൾ, ദുഷ്ടന്റെ പ്രവൃത്തികളെ, ദുഷ്ടന്റെ അവകാശങ്ങളെ നമ്മളിൽ നിന്ന് നിർമൂലമാക്കുവാനും പൊളിക്കും. നമ്മൾ ഈ കൂടൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ കർത്താവേ ഒരു ആഗ്രഹമില്ല. അപ്പൊ ഒരു കനൽ വന്ന് അതിൽ വീണു, അതിന് പൊളിക്കും. നമ്മൾ ആ സങ്കടപ്പെട്ടു, എന്നാൽ ആ കനൽ വന്ന് വീണല്ലോ. പക്ഷെ അത് പൊളിച്ചില്ല എങ്കിൽ അത് രോഗമായി മാറുമെന്ന് ആർക്കറിയാം? ഇവർ ഇവിടുന്ന് തീക്കൊള്ളി എടുത്തുകൊണ്ട് കഴുത്തിൽ ചുറ്റുകൊണ്ടെന്ന് ഞാൻ സമ്മതിക്കും. അവനറിയത്തില്ലെങ്കിൽ ഞാൻ സമ്മതിക്കും. വഴക്കുണ്ടാക്കി ബഹളുണ്ടാക്കി അതിൽ നിന്ന് അവനെ മോചിപ്പിക്കത്തില്ലേ? ഇതന്നെ നമ്മുടെ ദൈവം ചെയ്യും. ആമേൻ. പൊളിപ്പാനും നശിപ്പിക്കുവാനും. അപ്പൊ നശിപ്പിക്കുക എന്ന് വെച്ചാൽ ആരാണോ നമ്മളെ അവകാശമാക്കി വച്ചിരുന്നതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. അപ്പൊ അതിന് ഇടിച്ചു കളയും, കോട്ടകളയും. ഇപ്പൊ അശൂറിനെ നശിപ്പിച്ചോ? അശൂറിനെ വെച്ചോണ്ടിരുന്നോ? നശിപ്പിച്ചു. മനം തിരിയുന്നതിന് എന്ത് ചെയ്യും? രക്ഷിക്കും. എന്നാൽ മനം തിരിയാത്തതിന് എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പോ ദൈവം ജാതികളെ ഉപയോഗിക്കും. നമ്മുടെ വീടിനകത്ത് ആൾക്കാരെ ഉപയോഗിക്കും. സഭയ്ക്കകത്ത് ഒരുപക്ഷെ വ്യക്തികളെ ഉപയോഗിച്ചേക്കാം. ഒരിക്കലും പിശാചിന്റെ കയ്യിൽ എന്ത് ചെയ്യത്തില്ല. പിശാച് നമ്മളോട് യുദ്ധം ചെയ്യുമ്പോൾ പിശാചിന്റെ യുദ്ധത്തെ തിരിച്ചറിയാനാണ് പറയുന്നത്.
അങ്ങനെയല്ലേ വചനം പഠിപ്പിക്കുന്നത്? അങ്ങനെയല്ലേ? പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, അവൻ തന്ത്രശാലിയാണ്. അപ്പൊ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ അടുക്കല് അമിതകാംക്ഷയെ പോലെ വരുന്നത് എല്ലാം നല്ലതെന്ന് നമ്മൾ കഴിയും. നിങ്ങൾ അടിപൊളിയായിട്ട് കരുതിക്കോളാം, ദൈവവും സൃഷ്ടിയുമാണ്. പിശാച് ദൈവമല്ല. മനസ്സിലാകുന്നുണ്ടോ? അവൻ വെറും സൃഷ്ടിയാകുന്നു. അവൻ ഒരിക്കലും സൃഷ്ടികർത്താവായി മാറാൻ പറ്റില്ല. അവന് വേണ്ടിയിട്ട് ഒരുക്കിയതാണ് ഇത്. നരകവും പാതാളവും ഒക്കെ ശിക്ഷാവിധിക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. നമ്മളെ ദൈവം പണിയുവാൻ. ദൈവത്തിന്റെ വചനം നമ്മളെ ഇങ്ങനെ കല്ല് പെറുക്കി, അത് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ ജീവനുള്ള കല്ലുകളായി നിങ്ങൾ ആത്മീയ ഗൃഹമായി എന്ത് ചെയ്യുന്നു? പണിയപ്പെടുന്നു. ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ എങ്ങനെ പിശാചിനെ ഏൽപ്പിക്കുക? ജീവനുള്ള കല്ലുകളായി നമ്മെ ആത്മീയ ഗ്രഹമായി പണിയുന്നു. മനസ്സിലായോ? അടുത്ത് പണിയുവാനും അപ്പൊ ഇതെല്ലാം ചെത്തിയപ്പോ നമ്മളെ ഇതെല്ലാം ഈ പിന്നെ റെഡിയാക്കി എടുത്ത് ലൈനിലൊക്കെ മുക്കി, ചാണകത്തിലൊക്കെ മുക്കി എടുത്ത് റെഡിയാക്കി എടുത്തിട്ട് പിന്നെ തന്നെ എന്ത് ചെയ്യണം? നടണം. അതിനകത്ത് അതിന് പുറത്തൊക്കെ ഇരുന്ന കീടാണുക്കളെയും ലാർവകളെയും ഒക്കെ ഈ ലൈനിലൊക്കെ മുക്കിയെടുത്ത് ആ അഭിഷേകത്തെ തന്ന് തന്നെ പിന്നെ നടുകയാണ്. നടാൻ സഭയിൽ തന്നെ നട്ടു എന്തിനാണെന്നറിയാമോ? പട്ടുപോകാനല്ല. അമ്മേ, നട്ടത് നീ വളരണം. നീ എവിടെ വളരണം? ദൈവത്തിന്റെ കൃപയിൽ സഭയിൽ വളരണം. അടുത്ത ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. സഹോദരി ഇങ്ങോട്ടല്ല, ഇവിടെയാണ് ആളുകൾ. യഹോവ എന്ത് ചെയ്തു? കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? ഇരമ്യാവിനോട് പറയുകയാണ്, ജാതികളുടെ ഇടയിൽ നിനക്കൊരു അധികാരം ഉണ്ടാകേണ്ടതില്ല. ദൈവം പറയുന്ന ഒരു അധികാരം ഇതാണ്: നീ നടണം, നീ ഇരിക്കണം, നീ പണിയണം, നീ പൊളിക്കണം. നമ്മൾ പലരെയും പൊളിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെറിയ കൊട്ടുപടി ഉണ്ടാണ് പോകുന്നുണ്ടെങ്കിൽ ചുറ്റുകളിലുണ്ടാണ് നമ്മളെ പണിയുന്നത്. നമ്മള് ചെറിയ ഉപദേശം കൊടുത്തിട്ട് നീ അതുവഴി വെക്കോ, അങ്ങനെ വെക്കോണം എന്ന് പറഞ്ഞപ്പോ നമ്മള് വഴി കാണിച്ചതേ ഉള്ളൂ. മുകളിലെന്ന് പറയും, ഞാൻ നിന്നോട് പറയും പോകേണ്ട വഴി നീ എന്ത് ചെയ്യണം? നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരും, നീ അതുവഴി എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അവരോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇത് മാത്രം തിരിച്ചറിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിന്റെ ഇരട്ടി ഇങ്ങോട്ട് തരും. നമ്മെ അങ്ങോട്ട് നമ്മൾ ഒരു കുന്ന് സ്നേഹമെങ്കിൽ കർത്താവ് കുന്നോളം സ്നേഹമുണ്ട്, വലിയ കുന്നിന്റെ സ്നേഹം. ആമേ, നമ്മൾ കർത്താവിൽ നിന്ന് ഗ്യാപ്പിട്ട് പോയാൽ സ്നേഹം കുറയുന്നില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അടുത്ത എത്ര മതി? അപ്പോ ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവം തന്റെ പ്രവാചകന്മാരെ വെച്ച് ശുശ്രൂഷക്കാരെ വെച്ച് പണിയപ്പെടാൻ മനസ്സുണ്ടോ? നിന്റെ സന്നിധിയിൽ നിന്നാൽ എനിക്ക് എന്ത് ചെയ്യണം? നിന്റെ വചനത്താൽ ഞാൻ പണിയപ്പെടണം. ആമേൻ. ഞാൻ എന്റെ 17-18 വർഷത്തെ ഈ 17 വർഷത്തെ ഈ വിശ്വാസ ജീവിതത്തിനകത്ത് ഞാൻ പറയുന്നു, ഈ തിരുവെഴുത്ത് നമ്മൾ കൈയെടുക്കുമ്പോഴും ദൈവവുമായി പ്രാർത്ഥനയിലിരിക്കുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞാൽ പോലും, ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ പോലും ആശ്വാസമല്ലാതെ കുറ്റപ്പെടുത്തലുകൾ ദൈവസന്നിധിയിലില്ല. 1. 2, നിഷ്കളങ്ക ഹൃദയത്തോട് അവരുടെ അടുക്കലിരിക്കുന്നു. പാപബോധം, അനുതാപം ഒക്കെ ദൈവം തന്നു. ദൈവം നമ്മളെ ഉയർത്തുന്നതല്ലാതെ മറ്റൊന്നില്ല. ചേറ്റിൽ നിന്ന് അവൻ എന്നെ വീണ്ടെടുക്കുന്നതല്ലാതെ മറ്റൊന്നില്ല. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാൽ ഈ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് മനസ്സ് കൊടുത്തിരിക്കാം, ഒന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, ഒന്ന് അപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവൻ നമ്മളെ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതാ പറഞ്ഞ ഇതുപോലൊരു ദൈവം നമുക്ക് വേറെയില്ല. ഇതുപോലെ ആശ്രയിപ്പാൻ കൊള്ളാവുന്നൊരു നാമം വേറെയില്ല. ഇതുപോലെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു നാമമില്ല. ഇതുപോലെ നമ്മുടെ ഉൾപ്പൂവുകളെ അറിയുന്ന മറ്റൊരു ദൈവമില്ല. ഒരു മനുഷ്യനെ നമ്മളെ അറിയാം, പക്ഷെ ദൈവത്തിന് എന്നെ നന്നായി അറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടോ, ഞാൻ നിന്റെ ഉൾപ്പൂവുകളെയും, ഞാനിടയിൽ ഒന്നുകൂടെ ഇല്ലേ, ഉൾപ്പൂവുകളെയും സർവീസ് ആണെന്ന് പറഞ്ഞു വായിച്ചേ. ഞാൻ നിന്റെ ഉൾപ്പൂവുകളെയും
നിലവുകളല്ല, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും. ഹൃദയത്തിനകത്ത് ചില പൂക്കളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയുന്നു. ഉൾപ്പൂവുകൾ, ഉള്ളിലെ പൂവുകൾ. അപ്പൊ അത് ഹൃദയത്തിനകത്ത് കിടക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ അറിയുന്ന ഒരു അഭിപ്രായം. നമ്മളിപ്പോ കർത്താവ് കാണിച്ചതിലേക്ക് നമുക്കൊന്നും മനസ്സിലാകത്തില്ല, പാപം ചെയ്താൽ മനസ്സിലാകത്തില്ല, തെറ്റിയത് നമുക്ക് തിരിച്ചറിയത്തില്ല. പക്ഷെ വചനം പറയുന്നു, നമ്മുടെ അകത്ത് കൂട് കെട്ടിയ ഉൾപ്പൂവുകളെ ഇതുകൊണ്ടാണ് ദൈവം ഇന്റൻഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ ഇത് പറയാണ്, യേശു പറയാണ്, നിന്റെ ഹൃദയമാണ് ഇമ്പോർട്ടൻസ്. പുറത്തെ പ്രവൃത്തികളൊക്കെ നമുക്ക് എന്ത് കാണിച്ചൊക്കെ നിൽക്കാം, പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ കർത്താവ് കയറി വരുമ്പോ അവിടെ നമ്മൾ നട്ടിരിക്കുന്ന ചെടിയേത്, പൂത്തിരിക്കുന്ന പൂവേത്, മനസ്സിലാകുന്നുണ്ടോ? ഉള്ളിൽ മറച്ചു വെച്ച് നട്ട കഞ്ചാവ് ചെടിയേത്, ഇതൊക്കെ നന്നായി അറിയാം. ആമേൻ. ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ഏത് സഭയോടാ? സഭയോടാണെന്ന് പറയുന്നത്. എന്റെ ഉൾപ്പൂവിനെ ഹൃദയങ്ങളെ ഞാൻ ആരാഞ്ഞറിയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയവും ദൈവം ആരാഞ്ഞറിയുന്നു. നമ്മൾ ഉപവാസത്തിലിരിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കണമേ എന്നുള്ള കുട്ടിയോടുകൂടെ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ട് ദേവദാസനെ കർത്താവ് ശക്തമായി ഇംഗ്ലീഷിൽ ഓക്കെ. അപ്പം എന്നോട് ദൈവം സംസാരിക്കണമേ, ഇടപെടണമേ എന്ന് വ്യക്തതയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായി. ആമേൻ. കേൾക്കുന്നൊരു പദമാണ്, എന്നെ കുറെ നന്നാക്കാൻ വേണ്ടി പിശാചിനെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ എനിക്ക് കഷ്ടത തന്നെ എന്നെ നന്നാക്കുന്ന ഒരു ദൈവം. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിക്കണം. ദുഷ്ടൻ നമ്മുടെ മേൽ അവകാശം പറയുന്ന കാര്യങ്ങൾ ദൈവം അയക്കാതെ തന്നെ അവനവന്റെ പ്രവൃത്തികളെ തേടി അത് വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ദൈവസഭയിൽ ഉപവാസത്തിൽ ഇരിക്കുന്നവരോട് പറയുന്നു, നുഖത്തിന്റെ അമിക്കയറുകളെ നീന്തിയണം, കഴിക്കണം. ദൈവമേ എന്റെ കെട്ടുകളെ നീ അങ്ങ് പൊട്ടിക്കണമേ എന്നല്ല പറയേണ്ടത്. ദൈവം വചനം കേൾപ്പിക്കും, അഴിക്കേണ്ടത് നാം തന്നെ. ഹല്ലേലൂയ. നമ്മൾ ആരംഭത്തിൽ എടുത്തതുപോലെ ദൈവത്തിന്റെ വചനം കെട്ടുകളെ അഴിക്കും. അഴിക്കാനായി നമുക്കൊരു മനസ്സുണ്ടാകും. ഇപ്പോ മാനസാന്തരപ്പെടുക എന്ന് 7 സഭകളുടെ ദൂതൻ എഴുതുക എന്നുള്ള ഭാഗത്തിൽ 7 സഭകളോടും ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. നീ മാനസാന്തരപ്പെടുക. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോ മാനസാന്തരപ്പെടേണ്ടത് ദൈവമല്ല, ഞാനാണ്. ആമേൻ. മനം തിരിയേണ്ടത് ദൈവമല്ല, ഞാനാണ്. നമ്മൾ ദൈവത്തിന്റെ മനം ഒന്ന് തിരിക്കാൻ ശ്രമിക്കുക. കർത്താവ്, എനിക്ക് മാറാൻ മനസ്സില്ല, നീ ഒന്ന് മാറി നീ എന്നൊന്ന് കടാക്ഷിക്കണം. എനിക്ക് മനം തിരിയുവാൻ മനസ്സില്ല, നീ ഒന്ന് മനം തിരിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. ഈ പ്രാർത്ഥന പുതിയ സഭയിലില്ല. ആത്മാവ് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. നമ്മെ ദൈവത്തിന്റെ കൃപയും കരുണയും തന്നിട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരം നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ആത്മാവ് തുണനിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. വിശുദ്ധന്മാർക്ക് വേണ്ടി, യേശുവിന്റെ രക്തത്തെ മാനിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുണ നിൽക്കും, പക്ഷവാദം ചെയ്യും. ആ പ്രാർത്ഥന ഇവിടുന്ന് എല്ലാം സ്റ്റാമ്പ് ചെയ്ത് അവിടെ എത്തുമ്പോൾ അത് ദൈവം സ്വീകരിക്കും. അപ്പൊ കർത്താവ് മടങ്ങി വരുന്നവനോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടം തോന്നാനുള്ള കാരണം ഇതാണ്. അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു എന്നുള്ളതാണ്, ഹൃദയത്തിൽ കേട്ടു എന്നുള്ളതാണ്. പാപം നമ്മളെ വിട്ട് തന്നെ ഇറങ്ങി പോകുന്നില്ല. പാപം കാത്തു കിടക്കുന്നത് അകത്തേക്ക് പ്രവേശിക്കാൻ. എന്നാൽ മരണം ഓൾറെഡി എന്ത് ചെയ്തു? മനുഷ്യന്റെ മേൽ വന്നു കഴിഞ്ഞു. പുതുനിയമസഭയിൽ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടവന്റെ മേൽ ഇനി മരണത്തിനൊരു അവകാശം ഇല്ല, ശാപത്തിനൊരു അവകാശം ഇല്ല. അവൻ തിരിച്ചറിയണം, അവൻ വ്യക്തമായി അറിയണം, എനിക്ക് എന്റെ ദൈവം തന്ന ആ രക്ഷയുടെ സന്തോഷത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കരുത്, ദുഷ്ടനെ അനുവദിക്കരുത്. ഹല്ലേലൂയ. നാം തിരിച്ചറിയണം, ദൈവസഭയ്ക്ക് ദൈവം കൈമാറ്റം ചെയ്ത വലിയ അനുഗ്രഹങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഉപവസിക്കുന്നത് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളെ കഴുകാനും നന്നായി ഒന്ന് വെളുപ്പിക്കുവാനും, ആ ഭാഗം നിർത്തി വായിക്കാവോ? മുഖങ്ങളുടെ അമിക്കയറുകൾ അഴിക്കുക, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കിടക്കുന്ന അന്യായമായ ബന്ധനങ്ങൾ, നമ്മൾ തന്നെ പോയി ചെയ്തു വെച്ച ഉടമ്പടികൾ, നമ്മൾ തന്നെ കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്ന, ദൈവസ്നേഹം ചുമക്കേണ്ടുന്ന സ്ഥാനത്ത്
അവൻ നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപ ചുമക്കേണ്ടുന്ന സ്ഥാനത്ത് നമ്മൾ അന്യായമായി ചുമക്കുന്ന ചില ഭാരങ്ങളുണ്ട്. അത് ദൈവം വെച്ചതല്ല, നമ്മൾ തന്നെ കരുതി ചുമട് കൊടുത്തതാണ്, നമ്മുടെ ഹൃദയം കൊടുത്തതാണ്. അതൊരു ഭാരമായി പിന്നെ മാറുകയും ചില ബന്ധങ്ങൾ, ചില പ്രണയബന്ധങ്ങൾ ഭാരമായി മാറുന്ന കണ്ടിട്ടുണ്ട്. ഒരാളോട് നോ പറഞ്ഞാൽ മതി, എപ്പോഴറിയാം ഭാരത്തിന്റെ ആഴം എത്രയാണെന്ന് നോക്കും. ഒരു കൂട്ടുകാരനെ തള്ളി പറഞ്ഞെന്ന് വെച്ചോളൂ, ഭയങ്കര വേദനയായിരിക്കും. ബന്ധങ്ങൾക്കിടയിൽ അത് ഭയങ്കര വേദനയായിട്ട് വ്യാപരിക്കും. ചില സാമ്പത്തിക ഇടപാടുകളിൽ ചെന്ന് ചാടിയിട്ട് കോടിക്കണക്കിന് രൂപ കടമെന്ന് കയറിയിട്ട് നല്ലത് ചെയ്യാനെന്ന് പറഞ്ഞിട്ടൊക്കെ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ദുഷ്ടന്റെ തന്ത്രങ്ങൾ നാം അറിയേണ്ടതാണ്. നാം ഉപവാസത്തിലിരിക്കുമ്പോൾ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വന്ന ദൈവാസത്തിൽ കൂടിയൊക്കെ സംസാരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടുന്നത് നമ്മുടെ മേൽ കിടക്കുന്ന നുകങ്ങൾ, നമ്മുടെ മേൽ കിടക്കുന്ന പൈശാചിക നുകങ്ങൾ, നമ്മൾ അനുവദിച്ചിരിക്കുന്ന നുകങ്ങളെ നാം തിരിച്ചറിയുകയും അതിനെ അഴിപ്പാൻ തയ്യാറാകുകയും വേണം. ഹല്ലേലൂയ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ എന്നുള്ളതല്ല, നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നതിന് നമുക്ക് സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റും. എത്ര പേർ വിശ്വസിക്കുന്നു? അതിനേക്കാൾ നന്നായി ദൈവത്തെ സ്നേഹിച്ചാൽ നീ കെട്ടിയ കെട്ടുകളെ, നമ്മൾ അനുവദിച്ചു കൊടുത്ത കെട്ടുകളെ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ തിരഞ്ഞെടുക്കുമോ അതോ ഈ ലോകത്തെ തിരഞ്ഞെടുക്കുമോ എന്നൊരു ഓപ്ഷൻ എന്റെ മുമ്പിൽ വെച്ച് നമ്മൾ എന്ത് പറയും? ഹലോ, എന്തു പറയും? നമ്മൾ ഒറ്റ വാക്കിൽ എന്തുത്തരം പറയും? ഞാൻ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും തിരഞ്ഞെടുക്കത്തില്ല. ഇത് നമ്മൾ പറയുകയും നമ്മൾ ആവശ്യമില്ലാത്ത നുകവും ഭാരവും ഒക്കെ ചുമന്നുകൊണ്ട് നടക്കരുത്. ആമേൻ. ഇന്ന് ഈ പ്രത്യേക ഉപവാസ ദിവസത്തിൽ ഈ ഒരു ചിന്ത നമ്മുടെ അകത്തുണ്ടാകണം. കർത്താവേ, ഞാൻ കെട്ടിയ കെട്ടുകൾ, ഞാൻ എൻ്റെ തല കൊണ്ട് കുനിച്ച സ്ഥലങ്ങൾ, ദൈവവചനത്തിന് വിരോധമായി പിന്തിരിഞ്ഞ് നടന്ന ഭാഗങ്ങൾ, പോകരുതെന്ന് പറഞ്ഞിട്ടും അവിടേക്കൊന്ന് പോയി എത്തി നോക്കിയത്. ഇതൊക്കെ അങ്ങനെയാണ്. കാഴ്ച കാണാൻ ഒരു സുഖം, ഒന്ന് നോക്കിയിട്ട് വന്നേക്കാം. ആക്സിഡന്റ് കാണുന്ന സന്തോഷത്തിലാണ് പോയി കാണുന്നത്. കർത്താവ് പറഞ്ഞിട്ടും മുന്നറിയിപ്പ് തന്നിട്ടും പോകരുതെന്ന് പറഞ്ഞിട്ടും വിലക്കിയിട്ടും ഞാൻ ചെന്നുപോയ നിമിഷങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ബന്ധനങ്ങൾ, ജാതികളോട് കലർന്നുപോയ ചില കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇങ്ങനെ ഇപ്പൊ നമ്മളൊന്ന് കാര്യങ്ങൾ ചെറുതാണെന്ന് തോന്നും, പക്ഷെ അതിന്റെ പുറകിലുള്ള അവന്റെ പ്ലാനുകൾ എപ്പോഴും വലുതായിരിക്കും. ഹല്ലേലൂയ. അവന്റെ മുമ്പിലുള്ള പ്ലാൻ വേറെ ഒന്നുമല്ല, നിത്യതയിൽ നിന്ന് തന്നെ കവർന്നെടുക്കാന്ന് മാത്രമേ ഉണ്ടാവൂ. ആമേൻ. വീണ് പോയവന്റെ മേൽ പിന്നെ ഒന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ദൈവസഭയ്ക്കെതിരെ പാതാള ഗോപുരങ്ങൾ യുദ്ധം ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു? അപ്പൊ ഇതിനകത്തിരിക്കുന്ന ഒരു അവയവത്തോടാണ് യുദ്ധം ചെയ്യുന്നെങ്കിൽ പോലും അത് ആരോടുള്ള യുദ്ധമായി കണക്കിടണം. രക്ഷിക്കപ്പെട്ടവൻ അത് തിരിച്ചറിയേണ്ടതാണ്. ഇത് സഭയോടുള്ള യുദ്ധമാണ്. ഇപ്പൊ നിങ്ങളിൽ ഒരാളെ തൊട്ടാൽ അത് നേരെ കണക്ട് ചെയ്ത് എവിടെ ഒന്ന് കയറും, ഇടേന്റെ മേൽ വരും. മൊത്തത്തിൽ അത് എന്ത് ചെയ്യും? ബാധിക്കും. ഒരു ചെറിയ നഖവേദത്തിന്റെ വേദനയാണെങ്കിൽ ശരീരം മുഴുവനും വേദനിക്കുന്നത് പോലെ അത് വ്യാപരിക്കും. അപ്പൊ യുദ്ധം സഭയോടാണ്, ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ. സഭാബന്ധത്തിൽ നിന്നാണ് ഒരു വ്യക്തിയെ വേർതിരിച്ചു കൊണ്ടുപോകാൻ സാത്താൻ തന്റെ സകല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നത്. പുറത്തു നിൽക്കുന്നവന്റെ മേൽ അവന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അവൻ പോയി വായിക്കാതിരിക്കുക. ആമേൻ. ഇത് ഈ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. അപ്പൊ അന്യായമായി നമ്മൾ ഇട്ടിരിക്കുന്ന ബന്ധനം, നീതിയല്ലാത്ത ബന്ധനം, നീതിയല്ലാത്ത ബന്ധനങ്ങൾ നാം അതിനെ അഴിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എത്രയോ പ്രാർത്ഥനകൾ, എത്രയോ ഉപവാസങ്ങൾ, എത്രയോ ഉപദേശങ്ങൾ, ഇതെല്ലാം നാം കേട്ടിട്ടും പഴയ അതേ ജഡത്തിന്റെ സ്വഭാവത്തിൽ 15 വർഷമായിട്ട് മാറാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന ചില ക്യാരക്ടർ റിലേറ്റഡ് സിൻസുകൾ, പാപങ്ങൾ, പലപ്പോഴും നമ്മൾ പിശാചിന്റെ മേൽ പലതും കെട്ടിവെച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവനത് ഇഷ്ടവുമാണ്. ആ ആരോപണങ്ങളൊക്കെ അവൻ സ്വീകരിക്കും. പക്ഷെ അവൻ ഒറിജിനലായിട്ട് സ്വീകരിക്കുന്നില്ല. അവൻ പറയുക, നീ വഞ്ചിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്റെ മേൽ കിടക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, എന്റെ മേൽ വ്യാപരിക്കുന്ന സ്വഭാവത്തിനൊരു മാറ്റം വന്നില്ല എങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടും എനിക്ക് സന്തോഷം വരുന്നില്ല, എനിക്ക് സമാധാനമില്ല, ആകെ ഒരു ഇറിറ്റേഷൻ, എങ്കിൽ നാം നമ്മെ പരിശോധിക്കണം. ഹല്ലേലൂയ. തെറ്റിയത് ദൈവമല്ല, തെറ്റിയത് യേശുവിനല്ല, എനിക്കാണ്. ആമേൻ. എവിടെയൊക്കെ ഞാൻ രണ്ടും കൂട്ടിയിട്ട് കുഴച്ച് മറിച്ച് നടക്കുന്നത് കൊണ്ടാണ് ഇതെനിക്ക് വല്ലാത്തൊരു പ്രശ്നങ്ങളായി തോന്നുന്നത്. ചിലർ പറയാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട് എനിക്ക് എന്റെ കുടുംബം എല്ലാം തകർന്നു പോയി. തകരാനുള്ള കാരണം വാതിലുകളും വേലിക്കെട്ടുകളും എല്ലാം നീ പൊളിച്ച് കണ്ടതിനെയൊക്കെ അകത്ത് കയറ്റി. കളയേണ്ടതിനെ അകത്തു നിന്ന് പുറത്ത് കളയേണ്ടതിനെ കളയാതെ പലതും പുറത്തു നിന്ന് അകത്ത് കയറ്റി. ഈ ലോകത്തിൽ നിന്ന് കണ്ട പലതും അകത്ത് കയറ്റിയിട്ട് അകമാകെ വൃത്തികേടായി.
അകത്ത് രഹസ്യമായി വെച്ച ബന്ധങ്ങളുണ്ട്. അതാണ് അധാർമിക ജീവിതം. അധാർമിക ജീവിതം പുറത്തു വെളിപ്പെടുന്നതിനേക്കാൾ രഹസ്യ ജീവിതത്തിനകത്ത് അത് ഭയങ്കര ശക്തമായിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം വെറുക്കുന്ന, ദൈവം മരണകരമായ പാപമെന്ന് തുല്യമെന്ന് കണക്കിടുന്ന ഏറ്റവും വലിയ 3 കാര്യങ്ങളാണ്. ഒന്ന് അധാർമികത. ഹല്ലേലൂയ. സ്വയം എഴുന്നേൽക്കുന്നത്, സ്വയം ദൈവമാകുന്നത്. ഈ 3 കാര്യങ്ങളെ നിഗളി എന്ന വാക്കിൽ ദൈവം തള്ളിക്കളയുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ അധാർമിക ജീവിതം ഒരുത്തന്റെ മേൽ കിടക്കുന്നത്, അത് ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഇതിനെ സൂക്ഷിച്ചു നിർത്തുന്നത് ഹൃദയത്തിലാണ്. എനിക്ക് ഇവിടെ നിന്നുണ്ട് ഒരാളോട് കയ്പ് സൂക്ഷിച്ചൂടെ? സൂക്ഷിക്കാൻ പറ്റും. അപ്പോ രഹസ്യ ജീവിതത്തിൽ ദൈവത്തോട് മാത്രം ഒരു രഹസ്യം വയ്ക്കാൻ പറ്റത്തില്ല. എങ്കിലും അവൻ ഹൃദയത്തിൽ, ഞാനൊരു ഉദാഹരണം പറയാം. ബിലെയാം രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ബിലെയാമിന് അതിനു മുമ്പേ തന്നെ എന്ത് പറയണമെന്ന് അറിയാമോ ഇല്ലയോ? അറിയാം. പക്ഷെ അവന്റെ അധാർമികത, ദൈവത്തോടുള്ള ആ നീതി പുലർത്താൻ പറ്റാത്ത ഹൃദയം, വശീകരിക്കപ്പെട്ട ഹൃദയം അവരോട് പറയാണ്, ഞാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, ദൈവത്തോടൊന്ന് അപേക്ഷിച്ചു നോക്കട്ടെ. അപ്പൊ ആ രാത്രി അവന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം വന്നോ ഇല്ലയോ? പക്ഷെ ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആരാ ബിലെയാമേ നിന്റെ വീടിനകത്ത് കുറെ അതിഥികൾ? ദൈവം ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. നമ്മൾ ദൈവത്തോട് മറയ്ക്കാൻ ശ്രമിച്ചാൽ ദൈവം തിരിച്ചു ചോദിക്കുന്നത്, ദൈവം നമ്മോട് അങ്ങനെ ചോദിക്കുന്നത്, ആരാ നിന്നോട് സംസാരിച്ചോണ്ട് നിന്നതെന്ന് ചോദിക്കും. നമുക്ക് തോന്നും, അയ്യോ ദൈവമേ നീ അറിഞ്ഞില്ലയോ? അപ്പോ ആ രാത്രി പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ മുമ്പാകെ ബിലെയാം പറയാണ്, ബാലാക്കിന്റെ ദേശത്ത് നിന്ന് വന്ന വിചാരകന്മാരും അവിടെ നിന്ന് വന്നവരുമാണ് എവിടെ ഇരിക്കുന്നത്? ഇവിടെ ഉള്ളത്. കർത്താവ് ചോദിക്കാൻ, ഇവർക്ക് ഇവിടെ എന്ത് കാര്യം? അല്ല, അവരിങ്ങനെയൊക്കെ പറഞ്ഞു, നീ പോകരുത്, നീ പോകരുത്. ദൈവത്തിന് സംസാരിക്കാനുള്ളതാണ്, നീ പോകരുത്. പക്ഷെ രാവിലെ അവൻ എന്ത് ചെയ്തു? പോകാൻ എല്ലാം റെഡിയായി. പ്രതിയോഗി വന്നു. അപ്പൊ അവൻ പോകുന്ന വഴികളിലൊക്കെ തടസ്സങ്ങൾ വരുമ്പോഴും, ഞാനിത് പറയാൻ കാരണം, എത്ര നിഷ്കളങ്കമായിട്ടാണ് ബിലെയാം സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നണേ. അവിടെ ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ട്, ദൈവം തന്നെയല്ലേ അവനോട് പോകാൻ പറഞ്ഞത്? ദൈവം പോകരുതെന്ന് തന്നെയാ പറഞ്ഞത്. ബിലെയാം അത് ഏറ്റു പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഹിതമല്ലെങ്കിൽ, ഞാൻ പോകുന്നത് നിനക്ക് ഹിതമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല, ഇതും പറഞ്ഞിട്ട് പോയി. അപ്പൊ പലപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ നിഷ്കളങ്കമെന്ന് തോന്നിയാലും അധാർമികത ഒരുത്തന്റെ ജീവിതത്തിനകത്ത് കയറിയാൽ, അധാർമിക ജീവിതം അവന്റെ അകത്ത് കയറിയാൽ രഹസ്യ പാപങ്ങളിൽ രസിക്കാൻ ആരംഭിക്കും. ദൈവ ഭയം അവന് പതുക്കെ അങ്ങ് നഷ്ടപ്പെടും. ജാതികൾ ചെയ്യുന്ന അതേ സ്വഭാവം ഇവിടെ സഭയ്ക്കകത്ത് കാണിക്കും. ദേഷ്യം കാണിക്കും, കലഹമുണ്ടാക്കും, അസൂയുണ്ടാക്കും. ഇവൻ ജാതികളുടെ പോയാൽ അവരുടെ കൂടെ തെറി പറയും, അങ്ങ് ഉരുണ്ട് മറിഞ്ഞങ്ങ് പെരണ്ട് കിടക്കും. അധികാരികളുടെ മുമ്പിൽ കള്ളം പറയാൻ മടിയില്ല. ഇതെല്ലാം അധാർമിക ജീവിതമാണ്. നമ്മുടെ അകത്ത് ആര് വസിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നിട്ട്, ഞാൻ ആരുടെ മകൻ എന്നുള്ളത് മറന്നിട്ട്, ഞാൻ ഈ വക വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ നാം സൂക്ഷിച്ചുകൊള്ളുവിൻ, അധർമ്മം എന്റെ മേൽ. അതാണ് കർത്താവ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ വാദിക്കുന്നൊരു വാദമുണ്ട്, കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ തെരുക്കോണിൽ നിന്ന് സുവിശേഷം അറിയിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, എന്നിട്ടും. അപ്പൊ കർത്താവിന്റെ മറുപടി ഇത്രയേ ഉള്ളൂ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ട് വെക്കൊള്ളുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു ഭാഗത്ത് ശിഷ്യന്മാർ ഈ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് വരുന്ന സമയത്ത് നിന്റെ നാമത്തിൽ ഭൂതങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ 10 പേർ സൗഖ്യമായി നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് ആളൊക്കെ കൂടും. ഒരു മുടങ്ങൻ എഴുന്നേറ്റ് നടന്നാൽ അവൻ 10-50 പേരെ കൂട്ടിക്കൊണ്ടുവരും. ഇതിനകത്ത് യഥാർത്ഥ സൗഖ്യങ്ങൾ നടന്നാൽ ജനം ഓടിക്കൂടും, എല്ലാം വരും. ഈ സന്തോഷത്തിൽ ശിഷ്യന്മാർ വന്നപ്പോ ശിഷ്യന്മാരോട് കർത്താവിന് പറയാനുള്ള മറുപടി മറ്റൊന്നായിരുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ ഇരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. കരമത്തിന് മൊത്തം കൊടുത്താണ്. ഹല്ലേലൂയ. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം, അധർമ്മം പ്രവർത്തിക്കുന്നവൻ ആരംഭിക്കുന്നത് അവന്റെ രഹസ്യ ജീവിതത്തിൽ നിന്നാണ്. അവൻ അല്പാൽപമായി, ഏതാണ് കർത്താവ് എഫെസസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നുള്ള ഭാഗത്ത് കുറ്റം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, നീ നിന്റെ ആദ്യ സ്നേഹത്തെ നീ എവിടെയോ വിട്ടു മറന്നു, നീ ഏതിൽ നിന്ന് വീഴുന്ന സ്നേഹം പോയി. എന്നിട്ടും പറയും ഭയങ്കര സ്നേഹമാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിച്ചാൽ എന്ത് ഗുണം? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞൊരു മറുപടി ഉണ്ടോ? നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിപ്പിൻ. നിങ്ങൾക്ക് വിരോധമായവരെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? സ്നേഹിപ്പിൻ. പാപികളെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? പാപത്തെ വെറുക്കണം.
ആമേൻ. ഹല്ലേലൂയ. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറയും. ഈ അധർമ്മം വെളിപ്പെടുമ്പോ നമ്മളുടെ അകത്ത് നമ്മൾ ആദ്യം പ്രതിയോഗിയായി നിൽക്കുന്നത് ദൈവത്തിനാണ്. അവനെയാണ് ദൈവം, പിശാച് അവനെ എഴുന്നേൽപ്പിക്കും. അവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കാൻ തുടങ്ങും. സഭാജീവിതത്തിനകത്ത് അകൽച്ച കാണിക്കാൻ തുടങ്ങും. പ്രാർത്ഥന കുറയും, വചനവായന കുറയും, ആരാധന കുറയും, പൊരുത്തക്കേടുകൾ വരും. 8 മണിക്ക് വന്നവൻ 8:30 9 മണിക്ക് വന്നവൻ 9:30 എക്സ്ക്യൂസസുകൾ പറയാൻ തുടങ്ങും. ഡേഞ്ചറാണത്. എക്സ്ക്യൂസസുകൾ പറയാൻ തുടങ്ങും. അല്ല, ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ന്യായമായതുകൊണ്ട് അന്യായമായതുകൊണ്ട്. ഹൃദയമാണ് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ അധാർമികത വരുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ അറിയിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അധർമ്മ ജീവിതം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, അധാർമികതയിൽ ഓരോന്നിനും എടുത്തു പറയാൻ സമയമില്ല, ദാസൻ സമയം കൈമാറണം. അധർമ്മിയുടെ കൂട്ടത്തിൽ എണ്ണിക്കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് സഭയോട് പറയുന്നു, നമ്മുടെ ഹൃദയത്തിനകത്ത് അധർമ്മ പ്രവർത്തികൾ ഉണ്ടോ? കള്ളം പറഞ്ഞിട്ട് ഒരു മടിയുമില്ലാതെ അതിനെ ആസ്വദിക്കുന്നുണ്ടോ? രഹസ്യ ബന്ധങ്ങൾ സൂക്ഷിച്ചിട്ട് സാരമില്ല, കുഴപ്പമില്ല. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്, എനിക്ക് പറ്റുന്നില്ല ബ്രദറെ, എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ഒരു ജാതിയുമായുള്ള ബന്ധം. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ, നീ സെലക്ട് ചെയ്യും. ദൈവം വേണോ? അത് വേണം. ദൈവം മതി, എന്നാ നീ ഉപേക്ഷിച്ചാൽ മതിയാവും. ഹല്ലേലൂയ. അപ്പൊ അധർമ്മ ജീവിതം നടത്താൻ ആഗ്രഹിക്കുന്ന എന്തിന് ദൈവത്തെക്കാളേറെ അതിനെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ നിത്യതയുമായിട്ടുള്ള കണക്ഷൻ പോയി. നമ്മൾ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തി എന്ന് എത്ര പേർക്ക് ബോധ്യം കിട്ടിയിട്ടാ എഴുന്നേക്കണേ? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്ന് നമുക്ക് അതിനകത്തൊരു വാക്യമില്ലേ? 65 അതിന്റെ 24 വായിച്ചട്ടെ. യെശയ്യാ പ്രവചനം 65 24 വാക്യം. അവർ വിളിക്കുന്നതിന് മുന്നമേ ഞാൻ ഉത്തരമരുളും. അവർ പ്രാർത്ഥിക്കാൻ കയറി വരുമ്പോ, അവർ പ്രാർത്ഥനയ്ക്ക്, ഇതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ യേശു എന്താ പറഞ്ഞേ? നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ അടുക്കലേക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോണം. എനിക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് എന്റെ പിതാവ് അറിയുന്നു. അപ്പൊ ന്യായമായ എന്തെങ്കിലും ഒരു ആവശ്യം ദൈവം വേണ്ടെന്ന് പറയും. അതിന് ശ്രദ്ധിക്കേ, ന്യായമായ എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടെന്ന് പറയൂ. ഇപ്പൊ എനിക്ക് എന്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കണം, അന്യായമാണോ? വേണോ? വീട്ടിൽ ഫുഡ് ഉണ്ടാകണം, അന്യായമാണോ? ഉടുപ്പാനൊരു വസ്ത്രം വേണം, അന്യായമാണോ? ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ അപ്പനെ ശ്രദ്ധിക്കും. നമ്മുടെ അപ്പൻ ദുഷ്ടനല്ല. കാടപ്പക്ഷിയിൽ കൊടുത്തപ്പോ നിനക്ക് 2 അങ്ങനെയല്ല, ഇഷ്ടംപോലെ പിടിച്ചോളാൻ പറയും. അപ്പം കൊടുത്തപ്പോ നിങ്ങൾക്ക് തൃപ്തിയുള്ളത് എടുക്കും. 5 അപ്പം കൊടുത്ത് 5000 പേരെ പോറ്റിയപ്പോ എത്ര കൂട്ടം മിച്ചം പിടിച്ചു? 12 കൂട്ടം മിച്ചം പിടിച്ചു. നമ്മളിവിടെ ഉണ്ടാക്കി എന്താ പറയും? മിച്ചം വരരുത്. നമ്മളെന്ത് പറയും? കളയരുത്. ആ ഒരു ഇടുങ്ങിയ ഹൃദയം നമുക്കുണ്ട്. കാരണം നാളത്തേക്ക് വല്ലതും ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഉൾക്കണ്ട, നാളെ എന്തായി തീരും, നാളത്തേക്ക് വല്ലതും ഉണ്ടോ ഒന്നുമില്ല. അപ്പൊ ഇതിന്ന് ഒരു പിടി പിടിച്ചോ. പക്ഷെ കർത്താവ് 12 കുട്ട നിറച്ച് മിച്ചം പിടിച്ചു. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇനി ആർക്കെങ്കിലും ഇടമുണ്ടെങ്കിൽ ഇതിന്നെടുത്ത് കഴിക്കാം. ദൈവസഭയ്ക്കകത്ത് നിറവുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിനകത്ത് നിറവുണ്ട്. സമാധാനത്തിന്റെ നിറവുണ്ട്. വെറും സമാധാനം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല, സമാധാനത്തിന്റെ നിറവ്. ഇത് നമ്മൾ അനുഭവിച്ചിട്ട് പലപ്പോഴും ഇല്ല എന്ന് ഭാവിക്കുകയാണ്. ആമേൻ. ഇവിടെ കണ്ടോ, അവർ വിളിക്കുമ്പോൾ തന്നെ ആ വാക്യം വായിച്ച്, പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ അവൻ ആരംഭിച്ചു. ഒരു രോഗം വന്നു, ഒരു പ്രതികൂലം വന്നു, ഒരു പ്രശ്നം വന്നു, സങ്കടം വന്നു. ഒരു പരിചയമില്ലാത്തവരുടെ അടുക്കലാണെങ്കിൽ എന്ത് ചെയ്യും നമ്മള്? നമ്പർ എടുത്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. മറ്റേ കേശവൻ പറഞ്ഞാൽ കേൾക്കും, അല്ലെങ്കിൽ ഗോപാലിനെ വിളിച്ചിട്ടൊന്ന് കണക്ട് ചെയ്യണം. നമ്മൾ തന്നെ പക്കാലത്ത് പിടിക്കാൻ ആൾക്കാർ ഇടയ്ക്ക് കയറ്റുന്നുണ്ട്. മെമ്പറെ കാണാൻ പോകാൻ വേണ്ടി പരിചയമുള്ള ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. പോലീസ് സ്റ്റേഷനിൽ പോയാൽ മെമ്പറെ കൊണ്ടുപോകും. വലിയ വലിയ കാര്യങ്ങൾക്ക് നമ്മൾ അധികാരികളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് അവിടെ പോയി അടി കിട്ടുന്നത് പ്രശ്നമുണ്ട്. അത് കാര്യം നടക്കണം. ദൈവമക്കളെ, രാത്രിയുടെ ഏത് യാമത്തിലാണെങ്കിലും ഇന്നലെ സംസാരിച്ചവരോട് ഇന്ന് സംസാരിപ്പാൻ ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ അപ്പനോട്, ഞാൻ സംസാരിച്ച എൻ്റെ അപ്പനോട് ഇപ്പോൾ എനിക്കൊരു പ്രതികൂലം വന്ന സമയത്ത് സംസാരിപ്പാൻ എനിക്ക് അപരിചിതത്വം ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ.
ഉപവാസത്തിൽ കയറിയാലേ എനിക്ക് സൗഖ്യം വരുമെന്ന് കരുതരുത്. ഹല്ലേലൂയ. ഞാൻ എന്നെ ദണ്ഡിപ്പിച്ചാലേ സൗഖ്യം വരുമെന്ന് കരുതരുത്. എന്റെ പിതാവിന്റെ ഹൃദയം, എന്റെ അപ്പന്റെ ഹൃദയം, യേശുവിന്റെ ഹൃദയം എന്തെന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞുവെങ്കിൽ ഇന്നത് എനിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ അറിയണം. ആമേൻ. നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമൊക്കെ വെളിപ്പെടാറുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഈ ഒരു ബന്ധം ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ടോ, അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ വിളിക്കുമ്പോൾ തന്നെ കണ്ടോ, അവർ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട്, എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. എന്ന് വെച്ചാൽ നമ്മൾ നിലവിളിച്ച് ചിലർ പറയാറുണ്ട് 15 മണിക്കൂർ ഇരുന്നാലേ ദൈവം കേൾക്കുക. ഇതൊക്കെ നമ്മളുടെ കുറവുകളെ വെച്ച് ദൈവമായിട്ട് ഒരിക്കലും ടാലി ചെയ്യരുത്. ഇതെന്താണോ ദൈവവചനം പറഞ്ഞത് അങ്ങനെ വിശ്വസിപ്പേ. ഞാൻ എന്റെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിവ് ആൻഡ് ടേക്ക്, എന്നോട് പ്രസാദിച്ച് എന്റെ ദൈവം എന്നോട് സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം സൂര്യന്റെ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടൊന്നുമല്ല, ഒരു വചനമായിരിക്കും അകത്ത് വരുന്നേ. വചനത്തിനകത്ത് ഒരു തോന്നലായിരിക്കും ഇടപെടുന്നേ. അല്ലെങ്കിൽ ഇത് പ്രാർത്ഥിച്ചിട്ട് കിടന്നപ്പോൾ അന്ന് രാത്രി ദർശനത്തിൽ സംസാരിക്കും, സ്വപ്നത്തിൽ സംസാരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ചായ കൊണ്ടുവരുന്ന ഭാര്യ ആയിരിക്കും പറയുന്ന ഒരു കാര്യം. ദൈവത്തിന് പറയാൻ ആര് വേണം ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. ആ പറയുന്ന അപ്പോ ഇത് ദൈവശബ്ദമാണെന്ന് നിങ്ങൾ കേട്ടോണം, തിരിച്ചറിഞ്ഞുകൊള്ളണം. അതവിടെ ഇരിക്കട്ടെ. വേറെ ഒരാളെയും ഉപയോഗിക്കാതെ ദൈവം എന്റെ ഹൃദയത്തോട് സംസാരിക്കുമോ ഇല്ലയോ? ആമേൻ. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, 28 തോന്നുന്നു, എന്റെ മുഖം അന്വേഷിപ്പിൻ എന്നൊരു കൽപ്പന അവങ്കൽ നിന്ന് പുറപ്പെട്ടു എന്ന് എന്റെ ഹൃദയം എന്നോട് പറയുക. ഹല്ലേലൂയ. ചില ആൾക്കാർ എത്ര സുവിശേഷം പറഞ്ഞാലും കേൾക്കാതിരിക്കുന്നതിന്റെ കാര്യം ഇത് വന്നിട്ടില്ല. പക്ഷേ ഒറ്റ വാക്കിൽ തന്നെ യേശു എന്ന നാമത്തെ വെളിപ്പെടുത്തിയപ്പോൾ തന്നെ അറിയാതെ സ്നേഹിച്ചു പോകേണ്ട കാര്യം എന്റെ ഹൃദയം എന്നോട് പറയുക, ഇത് റൈറ്റ് ടൈം, നീ അവൻ അന്വേഷിക്കും. ആമേ. അപ്പൊ മുഖം അന്വേഷിക്കുമ്പോ ഈ മുഖം അന്വേഷിക്കാൻ പോകുന്നതിനെ കുറിച്ചൊരു ഒരുക്കൊക്കെ വേണ്ടേ? ഹല്ലേലൂയ. ഇന്നിപ്പോ ആരാധനയ്ക്ക് വന്നപ്പോ വീട്ടിട്ടുണ്ടോന്ന് തുണി എടുത്തോണ്ടാ ഓടി വന്നേ? അല്ല, വരാൻ മനസ്സിലുള്ള ഒരു ഒരുക്കം കാണിച്ചില്ലേ? അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങിയില്ലേ? ഹല്ലേലൂയ. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ഇതിനെ പ്രാപിക്കാൻ പറ്റുന്നേ. ഇതുപോലെ ദൈവസന്നിധിയിൽ സംസാരിക്കുമ്പോൾ ഒരു ഒരുക്കം നിനക്ക് തലേന്നാളും അതിന് മുമ്പിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രതികൂലമൊന്നും വരത്തില്ല സഹോദരൻ. അതിനൊക്കെ കാത്തു സൂക്ഷിപ്പാൻ അപ്പനറിയാം. ഹല്ലേലൂയ. എങ്കിലും പറയാം, നമ്മൾ ബലഹീനരാണ്, നമ്മളറിയാതൊക്കെ പ്രശ്നങ്ങളിൽ പെട്ടുപോകാറുണ്ട്. അപ്പോഴും എനിക്കൊരു അപ്പനുണ്ടെന്ന് മറന്നു പോകരുത്. തക്ക സമയത്ത് കൃപ ലഭിപ്പാൻ, കരുണ ലഭിപ്പാൻ, ഹല്ലേലൂയ, കൃപാസനത്തിന്റെ മുമ്പാകെ എനിക്കൊരു സ്വീകാര്യത ഉണ്ടെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ സാധാരണ കണക്കും പിടിച്ചോണ്ടല്ല അങ്ങോട്ട് പോകണ്ടേ. യോബിന്റെ കാര്യത്തിലല്ല നാം നിൽക്കുന്നേ. എനിക്ക് വേണ്ടി രക്തം ചിന്തപ്പെട്ട, എനിക്ക് വേണ്ടി രക്തം ഒഴുക്കി തന്ന, പ്രവൃത്തിയെ തികച്ച, എനിക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവ് ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. അവന്റെ ജീവൻ എന്റെ മേൽ വച്ചു എന്ന് ഓർത്തുകൊള്ളണം. അവന്റെ ജീവൻ എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ സംസാരിക്കണം യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഹല്ലേലൂയ. ക്രൂസിൽ കിടക്കുന്ന മരിച്ച യേശുവിന് മിണ്ടുന്നില്ല. സ്വർഗത്തിൽ പിതാവിന്റെ പക്കലിരിക്കുന്ന വലതു ഭാഗത്തിരിക്കുന്നവൻ സംസാരിക്കുന്നില്ല. അവൻ സംസാരിക്കാതെ അവൻ ആത്മാവിൽ നമ്മോട് കൂടെ ഇരുന്ന് സംസാരിക്കേണ്ടതിന് ഈ ഉപവാസത്തിൽ നിങ്ങൾ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കും. ഹല്ലേലൂയ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ഞാൻ കേൾക്കുമെന്നാ പറയുന്നത്. അപ്പൊ ഒരു അധർമ്മി, ഞാൻ ആ 3 പോയിന്റ് പറഞ്ഞിട്ട് ശുശ്രൂഷ കൈമാറും. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ്, ദൈവം വെറുക്കുന്ന അല്ലെങ്കിൽ ദൈവം തള്ളിക്കളയുന്ന പാപം അല്ലെങ്കിൽ ഒരുത്തന്നെ നരകത്തിലേക്ക്, നരകതുല്യമായ അവസ്ഥയിലേക്ക്, രണ്ടിനും ചത്ത അവസ്ഥയിലേക്ക് പോകുന്ന പാപങ്ങളിൽ ഒന്നാമത്തെ പാപമായ അധർമ്മമാണ്, അധർമ്മ പ്രവൃത്തികളാണ്. ഇത് സഭകൾ ചെയ്യുന്നുണ്ടോ, സഭകളിൽ അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഫലത്തെ കണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. യേശു നിന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടും സന്തോഷമില്ലെങ്കിൽ പരിശോധിക്കണം, സമാധാനമില്ലെങ്കിൽ പരിശോധിക്കണം. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നു, ചെറിയ കാര്യങ്ങളെ വെച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഹല്ലേലൂയ. ചിലർക്ക് ചെറിയ ഇല അണങ്ങിയാലും സമാധാനക്കേടുണ്ട്. ഭയപ്പെടുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഉത്കണ്ഠയാണെങ്കിൽ പരിശോധിക്കണം. അപ്പൊ എനിക്ക് എവിടെയാ മാറ്റം സംഭവിച്ചു, എങ്ങനെ എന്റെ രക്ഷ പൂർത്തിയായോ പരിശോധിക്കണം. അപ്പൊ അധർമ്മം ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ പേർ നീക്കപ്പെടുന്നവനായിരിക്കും. യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞ 2 ചത്തവർ എന്ന് പറയുന്നത് ഈ കൂട്ടരാണ്. ഒരിക്കൽ വന്നിട്ടും അവർ വീണ്ടും അധർമ്മ പ്രവൃത്തികളാ. അപ്പൊ ഇത് രഹസ്യത്തിലാണ് ചെയ്യുന്നത്.
കിടക്കയിൽ ചെയ്യാം, ഇത് രഹസ്യത്തിൽ ചെയ്യാം, രഹസ്യത്തിൽ അവന് പലരുമായി നടക്കാം. രഹസ്യത്തിൽ ഈ അധർമ്മ പ്രവൃത്തികൾ ഗ്രാജുവലി ഏത് പാപം ചെയ്യാനും ഏതാളിനോട് കൂട്ടത്തിൽ നടക്കാനും അവനെ തയ്യാറാക്കും. അതിനൊരു ചെറിയ തെളിവ് പറയാം. സഭയ്ക്കകത്ത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരിനകത്ത് ഈ അധർമ്മ പ്രവൃത്തികൾ ഇരിക്കുന്നവർ തമ്മിൽ പെട്ടെന്ന് നോക്കും. ഒരുപാട് പേരൊന്നും കാണത്തില്ല. അത് അവർ തമ്മിലങ്ങ് സംസാരങ്ങൾ നടക്കും, ഒരു കൂട്ടായ്മ ഉണ്ടാവും. അല്പം കഴിയുമ്പോൾ അറിയാൻ പറ്റും ഒരു പൊട്ടിത്തെറി അതിനകത്തുണ്ടാകും. അവർ ഒരുമിച്ച് നടക്കും, ഒരുമിച്ച് ടൂർ പ്ലാൻ ചെയ്യും, ഒരുമിച്ച് യാത്രകൾ നടക്കും. നമ്മൾ ആരും വിചാരിക്കരുത്, തോന്നരുത് അവർ നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നരുത്, ഒരുത്തൻ അടിച്ചോണ്ട് പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് ഭിന്നത ഉണ്ടാക്കും. അസൂയ, കലഹം, ജാരശങ്ക, കൺമോഹം, ജഡമോഹം, ദൈവവചനത്തെ വളച്ചൊടിക്കും, ദൈവവചനത്തെ വിശ്വസിക്കാൻ പറ്റായിക. ഇതെല്ലാം വരുന്നതിന്റെ പുറകിൽ ഈ അധർമ്മ പ്രവൃത്തികളാണ്. ആണ് ദൈവമക്കളെ ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ, അപ്പ ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടനെന്ന് ഞാൻ പറയാൻ കാരണം പറഞ്ഞ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരു ഹൃദയം. എന്റെ കർത്താവ് പറയുന്നുണ്ടോ, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകും. ഇതാരുടെ പറഞ്ഞ് ശിഷ്യന്മാരോടെ പറഞ്ഞേ. ഒരു ശിശുവിനെ പോലെ നിങ്ങൾ മനം തിരിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശിശുവിന്റെ ഹൃദയം എപ്പോഴും എന്താണ്? പറ്റിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഹൃദയമാണ്. അല്ലെങ്കിൽ തല്ലിയാലും അതിനെ കുറിച്ച് ഒരാഴ്ച വരാതിരിക്കുക, മാറി നിൽക്കുക, അങ്ങനെയൊന്നും ശിശുവിനില്ല. അത് അല്പം കഴിയുമ്പോൾ ആ വേദന മറക്കുമ്പോൾ ഓടി വരും, അപ്പാന്ന് വിളിച്ചിട്ട് ഓടി വരും, തോളത്ത് തൂങ്ങും. അത് മാത്രമല്ല എത്ര നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും ശിശുവിന് ആരെ വേണം? ഒരു കെയറിങ് വേണം. നമ്മൾ അങ്ങനെയല്ലല്ലോ, തന്നാൽ നടക്കാൻ കഴിയുമോ? പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഞാനും ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഞാൻ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഞാനും ഇരിപ്പെടുന്നത്. അങ്ങനെ തന്നെ ഇരിക്കണം, പക്ഷെ അഹങ്കാരം പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പറയണം, ഒരു കുഞ്ഞ്, ഇവനെയും പറയുന്നില്ല, ഇവനെക്കാളും ചെറുത്, ഒരു ശിശുവിനെ പോലെ മനം തിരിയാൻ നമുക്ക് സാധിക്കും. ഇനി ദൈവഭാഗത്ത് വരുമ്പോൾ ഈ അധർമ്മ പ്രവൃത്തികൾ നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മളിലെ സ്വഭാവങ്ങളെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ അകത്ത് കെണിവെക്കുന്നത്. എന്നെ അതിശയിപ്പിച്ചൊരു വേദഭാഗമുണ്ട്. ആ വേദഭാഗം ഇതാണ്: ഞാറ് നട്ടു, കളകൾ മുളച്ചു വന്നപ്പോ പണിക്കാർ ഓടിച്ചെന്ന് ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ എങ്ങനെ ഇതിനകത്ത് കള വന്നു? അപ്പോൾ യേശുവിന്റെ മറുപടി, ആ കളയെ വിതച്ചത് പിശാചാകുന്നു. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ പറിക്കട്ടെ. വേണ്ട, നിങ്ങൾ അതിനെ ഒന്നും ചെയ്യണ്ട, അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ അതിനെ ചെന്ന, കാരണം നിങ്ങളുടെ പിടുത്തം ക്ലിയർ അല്ല. ഇപ്പൊ നിങ്ങൾ ചെന്നാൽ അതിന്റെ കൂട്ടത്ത് നിൽക്കുന്ന നല്ലതിനെയും കൂടെ എന്ത് കളയും? സമയമാകും, കളയായിട്ട് നിൽക്കും, മറ്റതിനകത്ത് കതിരും കാണും, ഫലം കാണും. ഏതിനെ കളപ്പുരയിലേക്കും ഏതിനെ തീക്കായും മാറ്റണമെന്നുള്ളത് അന്ന് തെളിവായി വരും. ഇത് സഭയോട് കർത്താവ് പറയുന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നീ പറ്റിയിരുന്ന് ഒരു ക്രിസ്തുമായ ജീവിതത്തിലേക്ക് വരുമ്പോ കള വെളിപ്പെടുന്നുണ്ടെങ്കിൽ പറിച്ച് മാറ്റിയേ പറ്റൂ. തിരിച്ചറിഞ്ഞുകൊള്ളണം. അപ്പൊ അധാർമികത, അധർമ്മ പ്രവൃത്തികൾ ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. നമുക്ക് തോന്നും ക്രിസ്തുവിനോട് പറ്റിയിരിക്കുകയാണ്. നോ, ഞാൻ ഇന്നും ബിലീവ് ചെയ്യുന്നു. ഒരു വ്യക്തി 10 മണിക്കൂർ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഒരു വ്യക്തി 21 days ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഇന്ന് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫലം നമ്മൾ വെളിപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. 10 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവൻ ഇറങ്ങി വന്നിട്ട് അപ്പൊ തന്നെ കോടാലെടുത്ത് വെട്ടുവാണെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ അല്ല ഇരുന്നേ. ഹല്ലേലൂയ. അവൻ ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ അല്ല ഇരുന്നേ. അവൻ വന്നിട്ട് കൺഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവന്റെ മുഖത്ത് തേജസ്സില്ല, സന്തോഷമില്ല. പിന്നെ അവൻ ആരോടുകൂടെ വസിച്ചു? ദുഷ്ടനോടുകൂടെ. ഹല്ലേലൂയ, ആമേൻ. എന്നിട്ട് പറയുന്നു, ഫലം പുറപ്പെട്ടു വരും. ഞാനിപ്പോ ചാമ്പൽ കിടന്നുരുണ്ടിട്ടാണ് ഇവിടെ നിന്ന് എങ്ങനെ ഇരിക്കും? നിങ്ങൾ അറിയത്തില്ലേ? പാവം കുളിച്ചിട്ടില്ല, ചാമ്പലിന്റെ ഇടയിൽ കിടന്നിട്ടാണ് വന്നെന്ന് പറയത്തില്ലേ? പറയും. ദൈവത്തിന്റെ കൂടെ ഞാനൊന്ന് ഉരുണ്ടിട്ട് വന്നാൽ ആ തേജസ്സിന്റെ മേൽ കടക്കത്തില്ലയോ? ആ സ്വഭാവം എന്റെ മേൽ വരത്തില്ലയോ? അല്ലാതെ പാടാൻ വേണ്ടി മാത്രമാണോ? ആമേൻ. ഒന്ന് അധാർമികത, 2 സ്വയം എഴുന്നേൽക്കുന്നത്. അധാർമികത വെളിപ്പെട്ടവന്റെ ഒരു ക്യാരക്ടറാണ് എതിർക്കാൻ ആരംഭിക്കും. ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ വന്നില്ല, എന്താ ഹൃദയത്തിൽ പറയും. അവസരം കിട്ടുമ്പോൾ മുഖത്ത് നോക്കി പറയും. ഇനി മുഖത്ത് നോക്കി പറയാൻ പറ്റിയില്ലെങ്കിൽ ആ കൂട്ടായ്മ ഒഴിവാക്കും. ഇത് മനസ്സിലായി കാണും.
ദൈവവചനം പറയുന്നത് മാനസാന്തരപ്പെടുന്ന കാര്യം പറഞ്ഞാൽ ഇല്ല, നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടാണോ ഇത് സംസാരിക്കുന്നത് ചോദിക്കും. ഞാനെ മനസ്സിലാകുന്നുണ്ടോ? ദൈവവചനോട് പറയുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് എന്ത് കയറി വരും? നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടാണോ? അല്ലെ പാസ്റ്ററിന്റെ മോള് മാനസാന്തരപ്പെട്ടു, പാസ്റ്ററിന്റെ മകൻ മാനസാന്തരപ്പെട്ടു, പാസ്റ്ററിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അകത്ത് കയറി വരും. നിങ്ങളെ ഉപദേശിക്കുന്നവരുടെ ഉപദേശം കൈക്കൊള്ളത്തിൽ ആമേൻ അവൻ സഭയ്ക്കകത്ത് സ്ലൈറ്റ്ലി എഴുന്നേൽക്കാൻ ആരംഭിക്കും. ആമേൻ. അപ്പൊ നമുക്കിന്നൊരു കൺവെൻഷന് ഇത് ലൈറ്റ് കെട്ടാൻ പോണം, നമുക്ക് പോവാം. കുമാർ വന്നില്ലേ? കുമാറിനെ കൂടെ വിളിച്ചോണ്ട് പോയിക്കൂടെ? ഇന്നലെ വരെ തോളത്ത് കയറി വന്നവനാ. ഇപ്പൊ അവൻ അങ്ങനെ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യും. ഹല്ലേലൂയ. സ്വയം എഴുന്നേൽക്കുമ്പോൾ ആരും പറയരുത് എഴുന്നേറ്റ് അപ്പുറത്തുനിന്ന് ഒരു സുവിശേഷ പ്രസംഗം നടത്തണം, ഇത്ര കൊള്ളായിരുന്നു. ആമേൻ. അവൻ ദൈവവചനത്തിന് വിരോധമായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. മൂന്നാമത്തത്, അവൻ സ്വയം ദൈവമായി തീരും. അവൻ സ്വയം ദൈവമാണെന്ന് തന്നെത്താൻ അവൻ നിരൂപിക്കാൻ ആരംഭിക്കും. ഓൾമോസ്റ്റ് അവന്റെ മേൽ പിശാച് അവകാശത്തെ അവന്റെ കൈവച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അവനെ വീണ്ടെടുക്കുക, അവനെ മടക്കിയെടുക്കുക, അവൻ മടങ്ങി വരിക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പൊ ഇതിനകത്ത് ഒരു തന്ത്രം കൊടുക്കും, വചനം കയറ്റി കൊടുക്കും. വചനം ഒരു തന്ത്രം പറയും. ഇളയപുത്രൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം അത് എഴുതി വെച്ചേക്കണം. ഒരിക്കലും കുറ്റം ചെയ്യുന്നവനും പാപം ചെയ്യുന്നവനും മറക്കാത്ത ഒരു അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. അതിനകത്ത് എല്ലാമില്ല, കുറെ അങ്ങോട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഓർക്കും. പിന്നെ പാവം പിടിച്ച് ദാവീദിനെ പിടിക്കും, ബർശേബയെ പിടിക്കും, ഊറിയാവിനെ പിടിക്കും. ഒക്കെ ആണെങ്കിലും ദൈവം അവനെ എന്ത് ചെയ്തില്ല. ഹല്ലേലൂയ. കള്ളു കുടിക്കുന്നവൻ ആരെ പിടിക്കും? നോഹയെ പിടിക്കും. നോഹയെ കള്ളു കുടിച്ചില്ല എന്നൊക്കെ ചോദിക്കും. എപ്പോഴും ദൈവമക്കളെ, തോറ്റവന്റെയും ജയിച്ചവന്റെയും ചരിത്രം ബൈബിൾ എഴുതിയിട്ടുണ്ട്. തോറ്റവന്റെ ചരിത്രം നീ അത് പോകാനല്ല, പോകാതിരിക്കാനാണ്. ഹല്ലേലൂയ. അത് വരരുത്. വിശുദ്ധന്മാർക്ക് വന്ന കഷ്ടത നിങ്ങളുടെ മേൽ വെളിപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിക്കും. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? യൂദായുടെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് പഴയ നിയമത്തിന്റെ ഒരു നേർക്കാഴ്ച കിടക്കുവാണ്. ആദ്യത്തെ കുറച്ച് വാക്യങ്ങളെ ഉള്ളൂവെങ്കിലും എല്ലാം ഇങ്ങനെ പരിച്ഛേദന പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് പറയുന്നു 3 കാര്യങ്ങളിൽ. ഒന്ന് അധാർമികത, രണ്ടാമത്തത് സ്വയം എഴുന്നേൽക്കുക, മൂന്നാമത്തത് സ്വയം ദൈവമാകുക. ഈസ് ഈക്വൽ ടു നിഗളം. ഈ 3 കാര്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയാം: നിഗളിയെ ദൈവം ദൂരത്ത് നിർത്തും. നിഗളിയെ ദൈവം ദൂരത്ത് നിർത്തുന്നു, ഒരിക്കലും അടുക്കി ചേർക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ ഒന്ന് മടക്കിയാൽ ഈ 3 കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അധാർമികത, എല്ലാവരും ശ്രദ്ധിച്ചോണേ. അധാർമികത, ഞാൻ ദൈവത്തിനും വചനത്തിനും വിരോധമായി എഴുന്നേൽക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നമ്മളത്ര ഭയങ്കര പേര് കേട്ടൊന്നും അല്ലെങ്കിലും ഈ വക കാര്യങ്ങളെ ദൈവം വ്യക്തമായി ദർശനത്തിൽ ഇടപെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. സഭയ്ക്കകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് വെറുതെ കാണാതിരിക്കുന്നവനല്ല ദൈവം, ഇടപെടാം. ഇന്ന് സംസാരിക്കാൻ നമ്മൾ ചെറിയ ഷോർട്ട് മെസ്സേജ് പോലെ പറഞ്ഞ ഈ കാര്യത്തെ സീരിയസ് ആയിട്ട് എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഗ്രഹം വ്യാപരിക്കുന്നതിന് മുമ്പ് അനുഗ്രഹം എന്നിൽ കടക്കാതിരിക്കാൻ തടയുന്നതിനെ ഞാൻ നീക്കി കൊടുത്തേ മതിയാകും. ആമേൻ. വീട് പാലുകാഴ്ച വെക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും വാരി പുറത്താക്കുന്നത് എന്താണെന്നറിയാം? അതിനകത്ത് പൊടി. രാത്രി കണ്ടിട്ടില്ലേ ചില വീട്ടിലൊക്കെ പെട്ടെന്ന് പാലുകാഴ്ച നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭവന പ്രവേശനം നടക്കുന്ന സമയത്ത് തലേന്ന് രാത്രി 12 മണിക്കും ഒക്കെ അവിടെ കഴുകലും തൂക്കലും തുടങ്ങും. എന്നിട്ടും 3 മണിയായ ഒരു സ്വസ്ഥത വരുമോ? അയ്യോ, തട്ടിന്റെ പുറത്ത് കിടക്കണം, മച്ചിന്റെ പുറത്ത്, അത് മാറ്റിയില്ല. പിന്നെ ഒരുത്ത അങ്ങോട്ടോടും കഴിയ തൃപ്തിയാവുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് നീറ്റാക്കി രാവിലെ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ആ കുടുംബനാഥന്റെ ഭാര്യ ചെവിയിൽ പറയും, അടുക്കളയിലെ ചൂട് മാറ്റിയില്ല. ഉണ്ടോ? ഞാൻ കാര്യമായിട്ടാ പറയാം. ചെറിയ കാര്യങ്ങളിൽ പോലുള്ള ശ്രദ്ധ ഉണ്ടോ? ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിപ്പാൻ നീ കതക് തുറക്കുമ്പോ പണ്ടേയുള്ള കഥകളെ നീ ഉണർന്ന് നീ ഉയർത്തി കൊടുക്കുമ്പോ അകത്ത് വേണ്ടാതെ കിടക്കുന്ന പലതുമുണ്ട്, നമുക്കത് വേണ്ട. ഹല്ലേലൂയ. നാം ഈ വചനം നിങ്ങൾ കൈക്കൊണ്ടാലും ഇല്ലെങ്കിലും വചനം വചനമായി തന്നെ നിലനിൽക്കും. കർത്താവ് വരും.
അതിനകത്ത് പോകേണ്ടവർ ഇതിനകത്ത് എണ്ണപ്പെട്ടിട്ടുണ്ട്. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലോ അവൻ വചനം കേട്ട് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നവനാകട്ടെ. ആമേൻ. കാറ്റടിച്ചു, പെരുമഴ വന്നു, വെള്ളം പൊങ്ങി, എന്നിട്ടും അത് താഴേക്ക് പതിച്ചില്ല, നിലം പതിച്ചില്ല. കാരണം അത് അടിസ്ഥാനം പാറമേലിട്ട് പണിതു. എന്നാൽ മണ്ണിന്മേലിട്ട് പണിതത് വെള്ളം പൊങ്ങിയപ്പോൾ തന്നെ, കാറ്റടിക്കുമ്പോൾ തന്നെ നാടുവാൻ ആരംഭിച്ചു. സഭ നിൽക്കുന്നത് ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിലാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനെ തകർക്കുവാൻ സാത്താന് കഴിയത്തില്ല. രക്ഷിക്കപ്പെട്ടവനെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. കരുണയോടെ കർത്താവ് നോക്കുമ്പോൾ ഇന്ന് ദൈവവുമായി ഗാഢമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കും. അതിന് അധാർമിക തടസ്സമാണോ? അതിന് ഞാൻ സ്വയം എഴുന്നേൽക്കുന്ന കാര്യങ്ങൾ തടസ്സമാണോ? വിരോധമായി ദൈവത്തോടും വചനത്തോടും ഞാൻ നിൽക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ദൈവമാണെന്ന് തോന്നുന്നു. എന്താ ദൈവം നിങ്ങൾ മനസ്സിലാകുന്നുണ്ടാവുന്നില്ല? അയ്യോ, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. ദൈവവചനത്തിന് വിരോധമായി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവവചനം പറഞ്ഞതിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, നീ പിശാചായി എഴുന്നേൽക്കുക തന്നെയാണ്. ദൈവമെന്ന് സ്വയം ദൈവമെന്ന് കരുതുക തന്നെയാണ്. നമുക്കത് മനസ്സിലാകില്ലെന്ന് മാത്രമേ ഉള്ളൂ. അഭിനയിക്കാം, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു കളിയാണ്.